കൈക്കരുത്തിനേക്കാൾ മനക്കരുത്തിൽ പഞ്ചഗുസ്തിയിൽ താരമായ ഒരു കോഴിക്കോട്ടുകാരനെ കുറിച്ചുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ്. പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തോട് പോരാടി വിജയത്തിൻ്റെ പത്തരമാറ്റ് സ്വന്തമാക്കുകയാണ് ഗിരി തടത്തിൽ എന്ന പ്രതിഭ. തളർന്നു പോകുന്ന ജീവിതങ്ങൾക്ക് പ്രചോദനമാണ് ഗിരിയുടെ കഥ. നമുക്കും കൂടെ കണ്ടാലോ. ഓരോ തവണ എതിരാളിയെ കൈക്കരുത്തിൽ മലർത്തിയടിക്കുമ്പോഴും ഗിരി സ്വന്തമാക്കിയത് ഇരട്ടി മധുരമാണ്. പ്രതിയോഗിയെ തോൽപ്പിച്ചതിനൊപ്പം വിധിയെ കീഴടക്കിയതിന്റെയും. കുന്നമംഗലം പടനിലം സ്വദേശി ഗിരിയുടെ ജീവിതത്തിലേക്ക് 17-ാം വയസ്സിലാണ് വിധി വില്ലനായി എത്തിയത്. ഒരു അപകടത്തെ തുടർന്ന് മുട്ടിനു മുകളിൽ നിന്ന് ഇടതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഫുട്ബോൾ മൈതാനത്ത് ആവേശമായിരുന്ന കൗമാരക്കാരന് ജീവിതം പിന്നെ സഹനത്തിന്റേതായിരുന്നു. ഒരു ഓണാഘോഷ പരിപാടിയിൽ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തത് വഴിത്തിരിവായി. കാലിന്റെ കരുത്ത് കൈകളിലേക്ക് ആവാഹിച്ച് അതൊരു തുടക്കമായിരുന്നു. ഗിരിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വീഴ്ചയിൽ തളരാനുള്ളതല്ല ജീവിതം. എനിക്ക് അപകടത്തെ തുടർന്ന് അവിടെ തന്നെ ഞാൻ അമർന്നു പോയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് വരാൻ കഴിയുമായിരുന്നില്ല. ജീവിതം കത്തിയെരിഞ്ഞു പോകാനുള്ളതല്ല. ഒരു തരിയെങ്കിലും പ്രതീക്ഷകൾ ബാക്കി വെച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, അതിന് അവസരം വരുന്ന അവസരത്തിൽ മുന്നോട്ട് നമ്മൾക്ക് വീണ്ടും തെളിഞ്ഞു കത്താനും കഴിയാൻ ഇങ്ങനെയുള്ള എൻ്റെ ജീവിതം തന്നെ എനിക്ക് ഒരു പ്രചോദനമായി മാറുകയാണ് ഉണ്ടായത്. നാഗ്പൂരിൽ നടന്ന സിറ്റിംഗ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടതുകൈ വലതുകൈ മത്സരങ്ങളിൽ വെള്ളിയും വെങ്കലവും സ്വന്തമാക്കി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ലോക ചാമ്പ്യൻഷിപ്പിലും മത്സരിക്കാനും യോഗ്യത നേടി. ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കളിക്കളത്തിൽ മാത്രമല്ല, പരീക്ഷകളിലും വിജയങ്ങൾ വെട്ടിപ്പിടിച്ചു. ഇന്ന് GST വകുപ്പിൽ അസിസ്റ്റന്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ്. അമ്മയും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം കരുത്തായി എന്നും കൂടെയുണ്ട്. 17 വയസ്സിൽ എൻ്റെ മകൻ്റെ കാല് നഷ്ടപ്പെട്ടു. അച്ഛൻ 24 കൊല്ലായി മരിച്ചിട്ട്. അതുവരെ ഞാനും മോനും തന്നെ കുറച്ച്, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും അവൻ്റെ ഒരു ഉത്സാഹം കൊണ്ട് നന്നായിട്ട് പഠിച്ച് ഇങ്ങനെ ഇത്രയൊക്കെ എത്തി. എനിക്കും ആഗ്രഹം അത് തന്നെയായി. ചെറിയ തളർച്ചകളിൽ വീണുപോകുന്ന ജീവിതങ്ങൾക്ക് വെളിച്ചമാണ് ചില ജീവിതങ്ങൾ. പരിഭവങ്ങളില്ലാതെ ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന ഗിരിയും അതിലൊരാൾ തന്നെ. ജനം, കോഴിക്കോട്.